മക്കളെ അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ച് നോക്കാനായിട്ട് പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ 3 ബീക്കേഴ്സ് ഉണ്ട്. 3 ബീക്കേഴ്സിൽ മിസ് ഇതാ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3 ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഒന്ന് നമ്മുടെ സോൾട്ട് ആണ്, മറ്റൊന്ന് ഞാൻ മിൽക്കാണ് എടുക്കുന്നത്, ആൻഡ് തേർഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ക് പൗഡർ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ബീക്കറിലേക്ക് ഞാനിതാ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ സെക്കൻഡ് ബീക്കറിനകത്തുള്ള വാട്ടറിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി നമ്മുടെ തേർഡ് ബീക്കറിലേക്ക് ഞാനിതാ കുറച്ച് ചോക്ക് പൗഡർ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതാ ഈ 3 ബീക്കേഴ്സിലായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഈ ലേസർ ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാ ആദ്യം നമ്മുടെ സോൾട്ട് ആൻഡ് വാട്ടർ മിക്സ്ചർ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇങ്ങനെ ഞാനിതാ ലേസർ ബീം ഇതിനകത്തൂടെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. സോ യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ലൈറ്റ് ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ലൈറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ മിക്സ്ചറിനകത്തൂടെ നമുക്ക് വിസിബിൾ അല്ല. സോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു സൊല്യൂഷൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ്റെ അകത്ത് പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലൈറ്റ് റേനെ അത് എന്ത് ചെയ്യാത്തത്, സ്കാറ്റർ ചെയ്യിക്കാത്തത്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ പാത്ത് വിസിബിൾ ആവാത്തത്. അപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള മിക്സ്ചർ മിൽക്ക് ആൻഡ് വാട്ടർ ആണ്. സോ ഇതിനകത്തൂടെ നമുക്ക് ഇതാ ഈ ലേസർ ലൈറ്റ് ഒന്നുകൂടെ പാസ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതാ മിൽക്ക് ആൻഡ് വാട്ടറിലൂടെ നമ്മൾ ഇത് പാസ് ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ലൈറ്റിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റർ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ സ്കാറ്റർ ചെയ്യിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊളോയിഡ് ആണ്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് റേനെ സ്കാറ്റർ ചെയ്യാൻ മാത്രമുള്ള സൈസ് അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ചോക്ക് പൗഡർ ആൻഡ് വാട്ടറിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ കയ്യിലുള്ളത് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ആണ്. സോ ഇതിനകത്തൂടെ നമ്മളിതാ നമ്മുടെ ലേസർ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സസ്പെൻഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ ലേസർ ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ച സമയത്ത് എന്തുണ്ടായി, ഇതിനകത്തുള്ള പാർട്ടിക്കിൾ സൈസ് വലുതായതുകൊണ്ട് തന്നെ ആ ലൈറ്റിനെ ഇതെന്ത് ചെയ്തു, സ്കാറ്റർ ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇതിൻ്റെ പാത്ത് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോൾട്ട് സൊല്യൂഷൻ അല്ലേ, ഇറ്റ് ഈസ് എ ട്രൂ സൊല്യൂഷൻ. ആൻഡ് ദെൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് മിൽക്ക് ആൻഡ് വാട്ടർ ആയിരുന്നു, അത് നമ്മുടെ കൊളോയിഡ് ആയിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ കയ്യിലുള്ളത് സസ്പെൻഷൻ ആണ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ലൈറ്റിൻ്റെ പാത്ത് അതിനകത്ത് വിസിബിൾ ആയി കാണുന്നില്ല നമ്മൾ. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ലൈറ്റിന്റെ സ്കാറ്ററിംഗ് നടക്കുന്നില്ല. മറ്റ് 2 മിക്സ്ചേഴ്സിന്റെ കേസിലും കൊളോയിഡ് ആയിക്കോട്ടെ സസ്പെൻഷൻ ആയിക്കോട്ടെ നമ്മുടെ ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫിനോമിനിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടിൻറ്റാൽ എഫക്റ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ എവറിഡേ ലൈഫിൽ ഈ ഫിനോമിനൻ സംഭവിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.